ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഒരു സൈഡ് വേയിലുള്ളൊരു സെഷനായിരുന്നു നിഫ്റ്റിയിൽ കാണാനുണ്ടായിരുന്നത്. 11,513 മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം 11,526 അടുത്ത് വരെ ഹൈ പോയി, തുടർന്ന് 11,472 മുകളിൽ മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. ടാറ്റ മോട്ടോഴ്സ്, ബജാജ് ഫിനാൻസ്, SBI, ടെക് മഹീന്ദ്ര, ഈശ്വർ മോട്ടോഴ്സ് ഇവരായിരുന്നു നിഫ്റ്റിയിൽ ടോപ്പ് പെർഫോമറായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സെക്ടർ വൈസ് മാർക്കറ്റിലേക്ക് വരുമ്പോൾ ബാങ്കിങ് സെക്ടറുകളായിരുന്നു ഇന്നും പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നിഫ്റ്റിയുടെ ഒരു ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു, തുടർന്ന് വീണ്ടും ഒരു സൈഡ് റേഞ്ച് ബൗണ്ടറായിട്ടുള്ള സെഷൻസ് ആയിരുന്നു നിഫ്റ്റിയിൽ കാണാനുണ്ടായിരുന്നത്. ഡെയിലി ചാർട്ടിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു ബിയറിഷ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ് പ്ലോട്ടായിരിക്കുന്നത്. ഒരു ഹാങ്ങിങ് മാൻ്റെ പോലത്തെ ഒരു സിമ്പിളാണ് കാണാനുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു റിവേഴ്സലിനുള്ള ചാൻസസ് ആണ് ഈ ഒരു സിമ്പിൾ സൂചിപ്പിക്കുന്നത്. എന്നിരുന്നാലും നോക്കുകയാണെങ്കിൽ ഒരു ഹയർ ഹൈ ഇന്ന് ഫോം ആയിട്ടുണ്ടായിരുന്നു. പുതിയൊരു ഹൈ ലെവൽ ഇന്ന് നിഫ്റ്റിയിൽ ഫോം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരും ദിവസങ്ങളിലൊന്നും ഇതിപ്പം ഈ ഒരു കൺഫർമേഷൻ തരികയാണെങ്കിൽ, റിവേഴ്സിൻ്റെ ഒരു കൺഫർമേഷൻ തരികയാണെങ്കിൽ അടുത്ത സപ്പോർട്ട് ലെവലുകളായിട്ട് നിഫ്റ്റിയിൽ 17,300 തുടർന്ന് 17,100 ആ റേഞ്ചുകളിൽ സപ്പോർട്ടുകൾ നിഫ്റ്റിയിൽ നിലനിൽക്കുന്നുണ്ട്. അതല്ല വരും ദിവസങ്ങളിലെ മാർക്കറ്റിൽ ഇത് നെഗേറ്റ് ചെയ്യുകയാണെങ്കിൽ, വീണ്ടും ഒരു അപ് ട്രെൻഡ് ഇത് കൺഫർമേഷൻ തരാതെ വീണ്ടും ഒരു അപ് ട്രെൻഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കൊരു പക്ഷേ ഒരു 17,600 വരെയുള്ളൊരു റാലി നമുക്ക് മാർക്കറ്റിൽ നിലനിൽക്കുന്നുമുണ്ട്. ഇനി നിഫ്റ്റിയിൽ മാത്രമല്ല, ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ചാർട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതായിരുന്നു ഒരു റേഞ്ച് ബൗണ്ടറായിട്ടുള്ളൊരു സെഷൻസ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ കാണാനുള്ളത് എന്നുള്ളത് കഴിഞ്ഞ ഒരു 2 മാസമായിട്ട്. അപ്പോൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ വീണ്ടും കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നല്ലൊരു ബൈയിങ് പ്രഷറായിരുന്നു ബാങ്ക് നിഫ്റ്റിയുടെ സ്റ്റോക്കുകളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ആ ഒരു റേഞ്ചിൻ്റെ ആ ഒരു അപ്പർ ബാൻഡിനെ ഇപ്പോൾ ടച്ച് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് കറക്റ്റ് ചെയ്ത് ഇന്ന് എൻഡ് ആവുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഈ ഒരു അപ്പർ ബാൻഡിനെ ഏകദേശം 23,197 23,200 മുകളിലോട്ട് ബ്രേക്കൗട്ടുകൾ നടക്കുകയാണെങ്കിൽ ഒരു അപ്ട്രെൻഡിനുള്ള ചാൻസസ് ബാങ്ക് നിഫ്റ്റിയിൽ നിലനിൽക്കുന്നുണ്ട്. അതല്ല, ഇവിടെ ഈ ഒരു റേഞ്ചുകളിൽ കറക്ഷനാണ് നടന്ന് വീണ്ടും ഇതിനു മുമ്പുള്ള ഒരു ട്രെൻഡ് പോലെ വീണ്ടും കറക്ഷനിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് സപ്പോർട്ടുകളായിട്ട് 21,300 21,400 അതുപോലെ തന്നെ 21,000 ആ റേഞ്ചുകളിൽ നമുക്ക് സപ്പോർട്ടുകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടുകളും നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. നിങ്ങൾ ബാങ്കിങ് സ്റ്റോക്കുകളിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ നമുക്കൊരു പക്ഷേ അതിൽ നിന്നും ട്രെൻഡുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ബാങ്കിങ് സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് RBIയുടെ ആനുവൽ റിപ്പോർട്ടുകളിൽ വന്ന അപ്ഡേറ്റുകൾ നോക്കുമ്പോൾ മൊറട്ടോറിയം അതുപോലെ തന്നെ ലോൺ റീസ്ട്രക്ചറിങ് പ്ലാൻസ് ഇതൊക്കെ ബാങ്കിൻ്റെ ഹെൽത്തിനെ ഇമ്പാക്റ്റ് ചെയ്യാൻ സാധ്യതകളുണ്ട് എന്ന രീതിയിലൊരു അപ്ഡേറ്റുകൾ RBIയുടെ ആനുവൽ റിപ്പോർട്ടുകളിലുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും ഇതൊരു കൺസിഡറേഷനിലേക്ക് എടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി അടുത്തായിട്ട് നമ്മൾ ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നാസ്ഡാക്കിൽ ഇന്നലെ ഒരു പോസിറ്റീവ് എൻഡിങ് ആയിരുന്നു. 67 പോയിൻറ്റ്സ് ഉയർന്നാണ് ഇന്നലെ എൻഡ് ആയത്. ഇന്നത്തെ US മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് മോഡിൽ പോകാനുള്ള സാധ്യതകളാണ് അനലിസ്റ്റുകൾ പ്രഡിക്റ്റ് ചെയ്യുന്നത്. അതിനുള്ള കാരണങ്ങളായിട്ട് കാണിക്കുന്നത് ഇതിനു മുമ്പ് നമ്മൾ കണ്ട US ചൈന ട്രേഡ് വാറിൻ്റെ ടെൻഷൻസ് ഒക്കെ അത് ഇപ്പോൾ വീണ്ടും അവരുടെ ഉള്ളിലൊരു ടോക്കുകൾ നടക്കുന്നു. അപ്പോൾ നല്ല പ്രോഗ്രസീവായിട്ടുള്ളൊരു ടോക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന രീതിയിൽ US ട്രഷറിയുടെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നും US മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് മോഡുകൾ പ്രതീക്ഷിക്കുന്നു. യൂറോപ്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഒരു സൈഡ് വേ സെഷൻസ് ആണ് FTSEയിലൊക്കെ കാണാനുള്ളത്. ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഒരു മിക്സഡ് ട്രെൻഡ് കാണുന്നു. SGX നിഫ്റ്റി ഇപ്പം 6 പോയിൻറ്റ്സ് ഡൗണിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് രൂപയുടെ മൂല്യം ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള എൻഡിങ് ആയിരുന്നു ഇന്നുണ്ടായിരുന്നത്. 74.32 ഇന്ന് രൂപയുടെ മൂല്യം ഡോളറിന് അഗേൻസ്റ്റ് ആയിട്ട് എൻഡ് ആയിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് വരുമ്പോൾ FIIൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ 219 കോടിയുടെ ഒരു നെറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു ക്യാഷ് മാർക്കറ്റിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ 335 കോടിയുടെ ഒരു നെറ്റ് വിത്ഡ്രോവലാണ് ക്യാഷ് മാർക്കറ്റിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു വിത്ഡ്രോവലാണ് ഈ ഒരു മാസം മുഴുവനായിട്ടും കാണാനുള്ളത്. പക്ഷേ അത് മാർക്കറ്റിൽ FIIൻ്റെ ആക്ടിവിറ്റീസാണ് കൂടുതലും ഇഫക്റ്റുകൾ കൊടുക്കുക ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് നിങ്ങളൊന്ന് ഈ ഒരു മാസം മുഴുവനായിട്ട് നോക്കുകയാണെങ്കിൽ FII ഒരു പോസിറ്റീവ് മോഡിലാണ് കാണാനുള്ളത് ഇതുവരെയും. ഇനി അടുത്തായിട്ട് ഹൈ വോളിയത്തിലുള്ള സ്റ്റോക്കുകളിലേക്ക് വരുമ്പോൾ ലാർജ് ക്യാപ്പിൽ അദാനി എൻ്റർപ്രൈസസ്, ബെയർ കോർപ്പ്, ടാറ്റ മോട്ടോഴ്സ്, ബജാജ് ഫിനാൻസ്, അവന്യൂ സൂപ്പർമാർട്ട്, ഹാവൽസ് ഇന്ത്യ ഇങ്ങനെ കുറേ സ്റ്റോക്കുകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് സ്റ്റോക്കുകളൊന്ന് അനാലിസിസിന് എടുത്ത് കഴിയുമ്പോൾ ആദ്യമേ തന്നെ നമ്മൾ അദാനി എൻ്റർപ്രൈസസ്, അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടതായിരുന്നു ഒരു ബ്രേക്കൗട്ടുകൾ നടന്നു എന്നുള്ളത്. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഗെയിൻ ഉണ്ടായിരുന്നു ഈ ഒരു സ്റ്റോക്കിൽ. ബ്രേക്കൗട്ട് നടന്നതിന് ശേഷം ഒരു പ്രീവിയസ് ഹൈൻ്റെ മുകളിൽ പോയി നല്ലൊരു ബുള്ളിഷ് ട്രെൻഡായിരുന്നു ഈ ഒരു സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാലും ഒരു ഓവർബോട്ട് റീജിയനിലൊക്കെ നല്ലൊരു മുകളിലോട്ടാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കറക്ഷൻസിനുള്ള ചാൻസസ് വരും ദിവസങ്ങളിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക നിങ്ങളൊരു പ്രോഫിറ്റിലേക്കാണ് നിലനിൽക്കുന്നതെങ്കിൽ. ഇനി അടുത്തായിട്ട് ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഇതിലും ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു സിഗ്നൽസാണ് കാണാനുള്ളത്.
ഇന്ന് പ്രധാനമായിട്ടും ഇവരുടെ ഭാഗത്തു നിന്ന് ചെയർമാൻ്റെ ഭാഗത്തു നിന്ന് അപ്ഡേറ്റുകളായിരുന്നു ഇന്ന് നല്ലൊരു ബുള്ളിഷ് ട്രെൻഡിന് കൊടുക്കാൻ കാരണം. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ ഒരു ട്രെൻഡ് തുടരുകയാണെങ്കിൽ നമുക്കൊരു അടുത്തൊരു റെസിസ്റ്റൻസ് ലെവലായിട്ട് നിലനിൽക്കുന്നത് 132 133 ലെവലിലാണ് അടുത്തൊരു റെസിസ്റ്റൻസ് നിലനിൽക്കുന്നത്. അപ്പോൾ അതുവരെയുള്ള ഒരു റാലി ടാറ്റ മോട്ടോഴ്സിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അതുപോലെ തന്നെ SBIൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇതിലും ഒരു ബുള്ളിഷ് ആയിട്ടുള്ള സിഗ്നൽസാണ് കാണാനുള്ളത്. പ്രധാനമായിട്ടും ഇവരുടെ ഒരു റേറ്റിംഗ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്തതായിരുന്നു പ്രധാന കാരണം. അതുമാത്രമല്ല പ്രീവിയസ് ഹൈനെയൊക്കെ ബ്രേക്ക് ചെയ്തായിരുന്നു ഇന്ന് എൻഡ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അപ് ട്രെൻഡ് തുടരുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും അതുപോലെ തന്നെ SBIയിലേക്ക് ഒരു അപ് ട്രെൻഡ് തുടരുകയാണെങ്കിൽ നമുക്ക് വീണ്ടും നല്ലൊരു റാലി ഈ ഒരു സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. ഇനി അടുത്തായിട്ട് ഹാവൽസ് ഇന്ത്യൻ്റെ സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ ഇതിലും ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്. നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലായിരുന്നു ഇന്ന് കാണാനുണ്ടായിരുന്നത്. ഓവർബോട്ട് റീജിയനിൽ നിന്ന് ടച്ച് ചെയ്തിട്ട് ഓവർബോട്ട് റീജിയനിലാണ് ഇപ്പോൾ ട്രേഡ് ആകുന്നത്. എന്നിരുന്നാലും വരും ദിവസങ്ങളിൽ ഒരു 664 മുകളിൽ 663 മുകളിൽ മാർക്കറ്റ് ഒരു ഓപ്പണിംഗ് ആവുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഒരു അപ് ട്രെൻഡിനുള്ള ചാൻസസ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒരു എൻട്രി പോയിന്റ് കൊടുക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റോക്കിനെയും ഒന്നുകൂടെ അനാലിസിസിലേക്ക് ഒന്ന് കൊണ്ടുവരിക. അതുപോലെ തന്നെ റാലിസ് ഇന്ത്യ ഈ ഒരു സ്റ്റോക്ക് നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് കാണുന്നുണ്ട്. രാകേഷ് ജുൻവാലയൊക്കെ അക്വയർ ചെയ്തു, സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നോക്കുകയാണെങ്കിലും ഇന്നും നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് കാണാനുള്ളത്. പ്രീവിയസ് ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്ക്. അപ്പം ഓവർബോട്ട് റീജിയനിൽ ടച്ച് ആയിട്ടുണ്ട് RSI ഇൻഡിക്കേറ്ററിൽ. എന്നിരുന്നാലും ഒരു അപ് ട്രെൻഡ് തുടരുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്കിലും നല്ലൊരു എൻട്രി പ്രതീക്ഷിക്കാം. ഇനി അടുത്തായിട്ട് കാവേരി സീഡ്സിൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇതിന് കുറച്ച് ദിവസങ്ങളിലായിട്ട് ഒരു കൺസോളിഡേഷൻ മോഡിലായിരുന്നു കാണേണ്ടായിരുന്നത്. ഒരു സപ്പോർട്ട് ലെവലിൽ ഇങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു 5-6 ദിവസങ്ങളിൽ ഒരു കൺസോളിഡേഷൻ നടന്നതിന് ശേഷം ഒരു അപ് ട്രെൻഡിനുള്ള സൂചനകൾ ഈ ഒരു സ്റ്റോക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഒരു 639 മുകളിൽ സ്റ്റോക്ക് പോവുകയാണെങ്കിൽ നമുക്കൊരു അപ് ട്രെൻഡിനുള്ള ചാൻസസ് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു അടുത്തൊരു റെസിസ്റ്റൻസ് ലെവലായിട്ട് 680 റേഞ്ചിലാണ്, 683 684 റേഞ്ചിലാണ് ഒരു റെസിസ്റ്റൻസ് നിലനിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനെ ഒന്ന് അനലൈസ് ചെയ്യുക. ഒരു 639 മുകളിലൊരു പോവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു എൻട്രി കൊടുക്കുന്നതിന് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തായിട്ട് എഡിൽവെസ് ഫിനാൻഷ്യൽ സർവീസിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ 4 ദിവസങ്ങളായിട്ട് ഒരു അപ് ട്രെൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ഒരു അപ് ട്രെൻഡിലായിരുന്നു പോയിരുന്നത്. എന്നിരുന്നാലും ഇന്ന് ഫോം ചെയ്ത പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഒരു ഹാങ്ങിങ് മാൻ പോലത്തെ ഒരു പാറ്റേൺ ആണ്. ഒരു റിവേഴ്സലിനുള്ള ചാൻസസ് ആണ് ഈ ഒരു സിമ്പിൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ റിവേഴ്സലിൻ്റെ ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനെ കുറിച്ചൊക്കെ ആലോചിക്കാവുന്നതാണ്. അതല്ല ഇതിനെ നെഗറ്റീവ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരു അപ് ട്രെൻഡിനുള്ള ചാൻസസ് നിലനിൽക്കുന്നു. JSW സ്റ്റീലിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടുതരുന്ന ഒരു ബിയറിഷ് സിമ്പിളും അതിനുശേഷം ഒരു ബുള്ളിഷ് സിമ്പിളൊക്കെ നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ ഒരു റിവേഴ്സലിനുള്ള കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നും വീണ്ടും നോക്കുകയാണെങ്കിൽ ഒരു ഹാങ്ങിങ് മാൻ പോലത്തെ ഒരു പാറ്റേൺ വീണ്ടും ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും വീണ്ടും ഒരു റിവേഴ്സലിനുള്ള സൂചനകൾ തരുന്നുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിലൊന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ, വീണ്ടും ഒരു ബിയറിഷ് സിമ്പിളിൻ്റെ ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഇത് നമുക്കൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്. ഇനി അടുത്തായിട്ട് എക്സൈഡ് ഇൻഡസ്ട്രീസിൻ്റെ ചാർട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ കണ്ടുതരുന്ന ഒരു റെസിസ്റ്റൻസ് ലെവലിനെ ടച്ച് ചെയ്തായിരുന്നു ഇന്നലെ എന്നുള്ളത്. ഇന്ന് നോക്കുകയാണെങ്കിൽ ആ ഒരു റെസിസ്റ്റൻസ് ലെവലിനെ ടച്ച് ചെയ്തതിന് ശേഷം നല്ലൊരു ബീറിഷ് ക്യാൻഡിലാണ് പ്ലോട്ട് ആയിരിക്കുന്നത്. അതുമാത്രമല്ല പ്രീവിയസ് ക്യാൻഡിലിനെയും ബ്രേക്ക് ചെയ്താണ് എൻ്റെ ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഒരു ഡൗൺ ട്രെൻഡിനുള്ള സൂചനകൾ കാണുന്നുണ്ട് ഈ ഒരു സ്റ്റോക്കിൽ. അപ്പോൾ വരും ദിവസങ്ങളിൽ ഒരു കൺഫർമേഷൻ കിട്ടിയാൽ വീണ്ടും നിങ്ങൾ വീണ്ടും ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ് ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾ കൈവച്ചിട്ടുണ്ടെങ്കിൽ. ഇനി അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞതായിരുന്നു ട്യൂബ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യ. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ബ്രേക്കൗട്ടുകൾ നടന്നതിന് ശേഷം ഇന്നൊരു ഡോജി പോലത്തെ ഒരു പാറ്റേൺ ആണ് കാണാനുള്ളത്. അപ്പോൾ ഒരു NDCC ആയിട്ടുള്ള ഒരു ക്യാൻഡിൽസ് ആണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു അടുത്തൊരു ഡയറക്ഷൻ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം ഈ ഒരു സ്റ്റോക്കിനെ ട്രൈ ചെയ്യുന്നതായിരിക്കും സേഫ് ആയിട്ടുള്ളത്. ഗോദ്രേജ് പ്രോപ്പർട്ടീസ് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സപ്പോർട്ട് ലെവലിൽ കുറച്ച് ദിവസങ്ങളായിട്ട് തുടരുന്നു എന്നുള്ളത്. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ വീണ്ടും ആ ഒരു സപ്പോർട്ട് സോണുകളിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് ഈ ഒരു സ്റ്റോക്ക്. ഇപ്പോഴും ഒരു അപ് ട്രെൻഡിനുള്ള ഒരു കൺഫർമേഷൻ ആയിട്ടില്ല. എന്നിരുന്നാലും ഈ ഒരു സപ്പോർട്ട് സോണിനെ ഇത് ബ്രേക്ക് ചെയ്യുന്നില്ല എന്നുള്ളതൊരു നല്ല വിഷയം തന്നെയാണ്. അപ്പം വരുന്ന ദിവസങ്ങളിൽ ഒരു കൺഫർമേഷൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഷോർട്ട് ടൈം ട്രേഡിങ്ങിനുള്ളൊരു പോസിബിലിറ്റി ഈ ഒരു സ്റ്റോക്കിലും കണ്ടെത്താവുന്നതാണ്. ഇനി ദീപക് നൈട്രേറ്റ് നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ഒരു അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു റിട്ടേൺസ് തന്ന സ്റ്റോക്കാണ്, നല്ലൊരു അപ് ട്രെൻഡിൽ പോയ സ്റ്റോക്കാണിത്. പക്ഷേ ഇന്ന് നോക്കുകയാണെങ്കിൽ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് പ്ലോട്ട് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു റിവേഴ്സലിനുള്ള സൂചനകൾ തരുന്നുണ്ട് ഈ ഒരു സ്റ്റോക്ക്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്ക് അനലൈസ് ചെയ്യുക. വരും ദിവസങ്ങളിൽ നമുക്കൊരു റിവേഴ്സലിൻ്റെ ഒരു കൺഫർമേഷൻസ് കിട്ടുകയാണെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനെ കുറിച്ചൊക്കെ ഒന്ന് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഐഷർ മോട്ടോഴ്സിൻ്റെ സ്റ്റോക്ക് സ്പ്ലിറ്റിൻ്റെ എക്സിക്യൂഷൻ ഡേറ്റ് ആയിരുന്നു ഇന്നലെ. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റോക്കിന് നിങ്ങൾ ട്രൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ വീണ്ടും ഒരു 2100 റേഞ്ചുകളിലൊക്കെ പോയിട്ട് വീണ്ടും ഇത് 2200 മുകളിലാണ് ഇന്ന് എൻ്റെ ആയിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലെ ഇതിൻ്റെ ഒരു മൂവ്മെൻ്റ് ഒക്കെ നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഒരു സ്റ്റോക്കാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഡിപ്പിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രൈസ് തന്നെ നല്ലൊരു പ്രൈസാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ട്രൈ കൊടുക്കാവുന്നതാണ് ഈ ഒരു സ്റ്റോക്കിൽ.
ഇനി അടുത്തായിട്ട് പ്രധാനപ്പെട്ട സ്റ്റോക്ക് അപ്ഡേറ്റുകളിലേക്ക് പോകുമ്പോൾ ജെ.കെ. പേപ്പേഴ്സിൻ്റെ സബ്സിഡറിയായ സിർപൂർ പേപ്പർ മിൽ അവർ അവരുടെ ഓപ്പറേഷൻസൊക്കെ ടെമ്പററി ആയിട്ട് ഷട്ട് ഡൗൺ ചെയ്യാൻ പോകുന്നൊരു അപ്ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ലോക്ക്ഡൗണും അതുപോലെ തന്നെ കൊറോണയുടെ ഇമ്പാക്റ്റുകളൊക്കെ വന്നതുകൊണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ ഡിമാൻഡുകൾ കുറവാണെന്നുള്ള കാരണം ചൂണ്ടിക്കാണിച്ചാണ് അവർ ഈ ഒരു ഷട്ട് ഡൗൺ പ്രോസസ്സിലേക്ക് പോകുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗോൾഡ്മാൻ സാഷ് അവരുടെ റേറ്റിംഗ് ബൈയിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ടാർഗറ്റ് പ്രൈസ് 282 രൂപയായിട്ട് ഉയർത്തിയിട്ടുമുണ്ട്. അപ്പോൾ അതും ഇന്ന് ഈ ഒരു SBIക്ക് പെർഫോമൻസ് കൊടുക്കാനുള്ള ഒരു പ്രധാന കാരണമായിട്ട് നിലനിന്നിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സ്റ്റോക്കിനെ ട്രാക്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തായിട്ട് രാംകോ സിസ്റ്റം ഇവർക്ക് ഒരു $multi-million എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു മലേഷ്യൻ കമ്പനിയുമായിട്ട് എന്ന രീതിയിൽ അപ്ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇവർക്കൊരു പോസിറ്റീവ് ന്യൂസ് ആണ്. ഇനി അതുപോലെ തന്നെ Q1 റിസൾട്ട്സ് എന്ന കമ്പനികളിലേക്ക് വരുമ്പോൾ LIC ഹൗസിംഗ് ഫിനാൻസ് ഇവർ ഏകദേശം 3% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ആണ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ നെറ്റ് പ്രോഫിറ്റ് നോക്കുമ്പോൾ 33.9% വർധനവ് ഉണ്ടായതായിട്ടും കാണിച്ചിരിക്കുന്നു. അതടുത്തായിട്ട് P&Gൻ്റെ ഏർണിംഗ്സ് റിലീസിലേക്ക് വരുമ്പോൾ റവന്യൂവിൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും നെറ്റ് പ്രോഫിറ്റിൽ 14% വർധനവ് ഉണ്ടായിരിക്കുന്നു. എബിഡയിലും 70% വർധനവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ഒരു ഡിവിഡൻ്റായിട്ട് 105 രൂപ പെർ ഷെയറിൽ ഡിക്ലെയർ ചെയ്തിട്ടുമുണ്ട്. അടുത്തതായിട്ട് ഗ്ലോബൽ സ്പിരിറ്റ് ഇവരുടെ Q1 റിസൾട്ട്സിലേക്ക് വരുമ്പോൾ 22% ഡിക്ലൈൻ ആണ് റവന്യൂവിൽ ഉണ്ടായിരിക്കുന്നത്. എന്നിരുന്നാലും നെറ്റ് പ്രോഫിറ്റിൽ 2 മടങ്ങിലധികം വർധനവ് ഉണ്ടായി എന്നും കാണിക്കുന്നു. എബിഡയിലും 46% മുകളിൽ ഒരു വർധനവ് ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല ഈ കൊറോണയുടെ ഇമ്പാക്റ്റുകളൊക്കെ ഒരു ഷോർട്ട് ടൈമിലേക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്ന രീതിയിലാണ് ഇവരുടെ അപ്ഡേറ്റുകളിൽ കാണാനുള്ളത്. അടുത്തായിട്ട് ഫിലിപ്സ് കാർബൺ ബ്ലാക്ക് ഇവരുടെ ഏർണിംഗ്സ് റിലീസിലേക്ക് വരുമ്പോൾ റവന്യൂവിൽ 61% ഡിക്ലൈനും നെറ്റ് പ്രോഫിറ്റിൽ 96% ഡിക്ലൈനും ഉണ്ടായതാണ് കാണിച്ചിരിക്കുന്നത്. സെഗ്മെൻറ്റ് വൈസ് നോക്കുമ്പോൾ കാർബൺ ബ്ലാക്ക് സെഗ്മെൻറ്റിൽ 61% ഡിക്ലൈനും പവർ സെഗ്മെൻറ്റിൽ റവന്യൂവിൽ പകുതിയിൽ അധികം കുറവ് വന്നു എന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് രുചിര പേപ്പേഴ്സിൻ്റെ Q1 റിസൾട്ട്സിലേക്ക് വരുമ്പോൾ റവന്യൂവിൽ 56% ഡിക്ലൈനും 4.5 കോടിയുടെ നെറ്റ് ലോസുമാണ് ഈ ഒരു ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തായിട്ട് ടാറ്റ മോട്ടോഴ്സിന് ഇന്നൊരു നല്ലൊരു ന്യൂസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ചെയർമാൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ അവരൊരു 3 വർഷത്തിനുള്ളിൽ ഒരു 0 ഡെപ്റ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയായി മാറുക എന്നതാണ് ലക്ഷ്യം എന്ന അപ്ഡേറ്റുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ആനുവൽ ജനറൽ മീറ്റിംഗിൽ. അതുമാത്രമല്ല ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അവർക്ക് 48,000 കോടിയാണ് നെറ്റ് ഡെപ്റ്റായിട്ട് കാണിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല ഈ ഒരു സെക്കൻഡ് ക്വാർട്ടറിലൊക്കെ വരുമ്പോഴത്തേക്കും ഇവരുടെ ഒരു റവന്യൂവും എല്ലാം തന്നെ ഒരു ഫസ്റ്റ് ക്വാർട്ടറിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള ഒരു റവന്യൂവും നെറ്റ് പ്രോഫിറ്റൊക്കെ കാണിക്കാൻ സാധിക്കും എന്ന രീതിയിലും അദ്ദേഹം അപ്ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു CFOൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ ഈ ഒരു ന്യൂസുകളൊക്കെ തുടർന്നായിരുന്നു ഇന്ന് ടാറ്റ മോട്ടോഴ്സിൻ്റെ സ്റ്റോക്ക് നല്ലൊരു അപ് ട്രെൻഡിൽ പോയത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് കൺസിഡർ ചെയ്യുക നിങ്ങളുടെ അനാലിസിസിലേക്ക്. അടുത്തതായിട്ട് ഓൾ കാർഗോ ലോജിസ്റ്റിക്സ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ പ്രൊമോട്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു. ഇവരുടെ മാർക്കറ്റിൽ നിന്നും ഡീലിസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രൊപ്പോസലുമായിട്ട് ഓഗസ്റ്റ് 27-ാം തീയതി നടക്കുന്ന ബോർഡ് മീറ്റിംഗിൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഡിസിഷൻസ് അവരെടുക്കും എന്ന രീതിയിലാണ് അപ്ഡേറ്റുകൾ കാണാനുള്ളത്. അപ്പോൾ ഈ ഒരു ന്യൂസ് വന്നതിനെ തുടർന്ന് നല്ലൊരു അപ് ട്രെൻഡിൽ ഈ ഒരു സ്റ്റോക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തായിട്ട് കൊറോണയുടെ വാക്സിനെ സംബന്ധിച്ചിടത്തോളം അപ്ഡേറ്റുകളിലേക്ക് വരുമ്പോൾ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ അവരുടെ ഭാഗത്തു നിന്ന് അപ്ഡേറ്റുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഓക്സ്ഫോർഡായിട്ട് വികസിപ്പിച്ചെടുത്ത വാക്സിൻ്റെ phase 2 ഹ്യൂമൻ ക്ലിനിക്കൽ ട്രയൽ ഇപ്പോൾ ഇന്ന് തുടങ്ങാൻ പോകുന്ന രീതിയിൽ അപ്ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന ന്യൂസുകളൊക്കെ നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഒരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സുകൾ കൊണ്ടുവരികയാണെങ്കിൽ മാർക്കറ്റിനും അതുപോലെ തന്നെ നല്ല ന്യൂസുകൾ നമുക്ക് ഒരുപക്ഷേ ഇനി വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ന്യൂസുകളും സ്റ്റോക്കുകളും ഒന്ന് നിങ്ങളുടെ അനാലിസിസിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ അനാലിസിസിലൂടെ കണ്ടെത്തുന്ന കാര്യങ്ങളും തീർച്ചയായിട്ടും അറിയിക്കുക. പുതിയ അപ്ഡേറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.